ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത് തന്നെ പല വ്യക്തികളെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, സമ്പത്തുണ്ടാകുക എന്നാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. സമ്പത്താണല്ലോ ഇന്ന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. സമ്പത്തുണ്ടെങ്കിൽ എന്തും നേടാം, ആരെയും കൈക്കലാക്കാം, ആരെയും സ്വാധീനിക്കാം സാധിക്കും എന്നെല്ലാം നമ്മൾ കരുതിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാകും, സമ്പത്ത് നിഷ്പ്രയോജനമായി തോന്നാം എന്ന്. സമ്പത്ത് ജീവിക്കാൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. സമ്പത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ സമ്പത്ത് എന്തിനു വേണ്ടിയാണ്? ജീവിതത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ജീവിതം നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പരമമായ സുഖം എന്തെന്നറിയാനാണ്. പരമമായ സുഖമാണ് തൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം. അതിനെ അറിയുമ്പോൾ മാത്രമേ തനിക്ക് പരിപൂർണത അനുഭവമാകുള്ളൂ. ധാരാളം സമ്പത്തുള്ള വ്യക്തികളെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അവരെല്ലാം സന്തുഷ്ടരാണോ എന്ന് ചോദിച്ചാൽ അവരിൽ സന്തുഷ്ടി കാണുന്നില്ല പരിപൂർണമായും. എന്നാൽ സമ്പത്തില്ലാത്തവരും ഈ ഭൂമിയിലെ ഒരിഞ്ച് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത ആളുകളും പരമസന്തുഷ്ടരായി കാണും. അവർ പരിപൂർണ മനസ്കരായി വർത്തിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ജീവിതത്തിൻ്റെ സംതൃപ്തി കൈവരിക്കാൻ പറ്റുന്നത് ഈ ലോകത്തിലെ ഒരു വസ്തുക്കളും അല്ല എന്ന് ബോധ്യമാകും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സമ്പത്ത് നേടേണ്ടതാണ്. അർത്ഥകാമപ്രയത്നങ്ങളാവതും നിർത്തി മനുഷ്യർ അധ്യാത്മനിഷ്ഠയാലായുഷ്കാലം ശോഭനമാം വിധം. നമ്മുടെ ജീവിതം എപ്രകാരം വിനിയോഗിക്കണം എന്നാണ് മഹത്തുക്കൾ നമ്മോട് പറയുന്നത്. അർത്ഥകാമപ്രയത്നങ്ങൾ ആവതും നിർത്തി, അർത്ഥത്തിനും വേണ്ടിയും, അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത്, വീട്, കുടുംബം, ധനം, അതുപോലെ കുറേ ഭൂമി വാങ്ങിക്കൂട്ടുന്നത്, ഇതൊക്കെ ഉണ്ടായാൽ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഇവിടെ പരിപൂർണ സുഖികളായി കഴിയാം എന്ന് കരുതുന്നു. അങ്ങനെയുള്ളത് അല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം. ധാർമ്മികമായ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക, അതോടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. അപ്പോൾ ആ മനഃശുദ്ധി കൈവരിച്ചാൽ ആ മനസ്സെവിടെ നിന്നാണോ ഉണ്ടായത് അവിടേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവിടേക്ക് എത്തുമ്പോഴാണ് നാം ആനന്ദസ്വരൂപികളാണ് എന്നും, ആനന്ദത്തിൽ നിന്നാണ് നാം ഉണ്ടായത് എന്നും, അതിലാണ് നാം ജീവിക്കുന്നത് എന്നും, അതിൽ തന്നെയാണ് നാം ലയിക്കുന്നതും എന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും. അത് ബോധ്യമാകാൻ ഉള്ള നിഷ്ഠയ്ക്കാണ് അധ്യാത്മനിഷ്ഠയാൽ. തന്നെ സംബന്ധിച്ച അറിവിനെ നേടുന്നതിനാണ് അധ്യാത്മം. എന്നാൽ ജീവനെ സംബന്ധിച്ചത് എന്നാണ്. ജീവന് ആണ് ഇവിടെ അധ്യാത്മം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈശ്വരൻ, ജീവൻ, ജഗത്ത്, ഇങ്ങനെ 3 ഘടകങ്ങളാണ് ഇവിടെയുള്ളത്. ഈശ്വരൻ എന്നത് സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരമചൈതന്യമാണ്. അതിൻ്റെ രൂപാന്തരമാണ്, അതിൽ നിന്നുണ്ടായതാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ ഇവിടെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ജഗത്ത് ആയിരിക്കുന്ന ദേഹാദി ഉപാധികളാണ്. പഞ്ചഭൂത നിർമ്മിതമായ ജഗത്തിൻ്റെ മുഖ്യ ഘടകമാണ് ദേഹം. ഈ ദേഹം ഉണ്ടായപ്പോൾ ആ ദേഹത്തിൽ ഈശ്വരൻ പ്രവേശിച്ചപ്പോൾ ഞാനെന്ന തോന്നലുണ്ടായി. ആ തോന്നലാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉപാധിക്ക് വിധേയമായ ഈശ്വര സത്തയാണ് ജീവൻ. ജീവനായപ്പോൾ ദേഹവുമായി താതാത്മ്യം പ്രാപിച്ചതുകൊണ്ട് ദേഹമാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദേഹസംബന്ധമായി എല്ലാം എൻ്റേതാണ്, എനിക്കതെല്ലാം സ്വായത്തമാക്കണം എന്നിത്യാദി തോന്നലുകൾ ഉണ്ടാകുന്നു.
തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് താൻ മറക്കുകയും ചെയ്യുന്നു. താൻ ആരാണെന്ന് സത്യം മറന്നു പോകുന്നു. ആ മറന്നു പോയതാണ് നമുക്കുള്ള എല്ലാ വിപത്തിനും കാരണം. ഇനി നാം ചെയ്യേണ്ടത് അതിനെ ഓർമ്മിക്കുകയാണ്. തൻ്റെ യഥാർത്ഥ സ്വരൂപം തനിക്ക് അനുഭവവേദ്യമാകണം. അത് അനുഭവവേദ്യമാകണമെങ്കിൽ അധ്യാത്മനിഷ്ഠ കൊണ്ട് ആ ആയുഷ്കാലം മുഴുവൻ നാം ജീവിക്കണം. അതാണ് അധ്യാത്മനിഷ്ഠയാലായുഷ്കാലം ശോഭനമാം വിധം. ഏറ്റവും ശോഭനമായ വിധത്തിൽ ആയുഷ്കാലം മുഴുവനും നാം വിനിയോഗിച്ചാൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് നാം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നമ്മളെ ഇവിടെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ നാം അമ്പേ പരാജയത്തിൽ പെടുക മാത്രമാണ് ചെയ്യുക. അർത്ഥകാമപ്രയത്നങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി അർത്ഥം വേണം. അതുകൊണ്ട് ആഗ്രഹ സാധ്യതയ്ക്ക് വേണ്ടി സമ്പത്ത് അതിനു വേണ്ടി. അർത്ഥകാമപ്രയത്നങ്ങളാവതും നിർത്തി മനുഷ്യർ അധ്യാത്മനിഷ്ഠയാലായോഷ്കാലം ശോഭനമാം വിധം.